UDF-ഉം LDF-ഉം നടത്തുന്ന പ്രതിഷേധങ്ങളും പ്രചരണങ്ങളും ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണമാണ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി പാലക്കാട് സംസ്ഥാന ഗവൺമെൻറ് തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയെ അംഗീകരിച്ച സാഹചര്യമുണ്ടായി. പദ്ധതി വിഹിതത്തിൻ്റെ ചെലവിൻ്റെ കാര്യത്തിലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലും 2 അവാർഡുകൾ പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് അടുത്ത ദിവസമാണ് കിട്ടിയത്. അതിൻ്റെ പാർട്ടിയുടെ സ്ഥലത്ത് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പണിയുന്ന ഒരു കെട്ടിടത്തിന് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിട്ടതാണ് ഇപ്പോൾ CPM-നെയും കോൺഗ്രസിനെയും പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അതിലെന്ത് ജനാധിപത്യ വിരുദ്ധതയാണുള്ളത് എന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസും CPM-ഉം തയ്യാറാകണം. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും പേരൊക്കെ സ്ഥാപനങ്ങൾക്കിടുന്നത് കേരളത്തിൽ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. CPM-ഉം കോൺഗ്രസും ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുള്ളത്? പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് അംഗവൈകല്യമുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ആരംഭിക്കുന്നൊരു സ്ഥാപനമാണ്. അങ്ങേയറ്റം മനുഷ്യത്വപരമായൊരു സമീപനത്തോടു കൂടി പാലക്കാട് മുനിസിപ്പാലിറ്റി ആരംഭിക്കുന്നൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനം മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് കൊണ്ട് അല്ല നിർമ്മിക്കുന്നത്. ആ സ്ഥാപനം നിർമ്മിക്കുന്നത് CSR ഫണ്ട് ഉപയോഗിച്ചാണ്. 1.5 കോടി രൂപ ചെലവിൽ പൂർണ്ണമായിട്ടും CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് എന്ത് പേരിടണമെന്ന് തീരുമാനിക്കേണ്ടത് മുനിസിപ്പൽ ഭരണസമിതിയാണ്. ആ ഭരണസമിതി ഏകകണ്ഠമായി ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിട്ടു. അതിനാണിപ്പോൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇത് ബോധപൂർവം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. CPM-ഉം കോൺഗ്രസിനും മറ്റു ചില അജണ്ടകളുണ്ട്. അവർക്ക് കേരളത്തിൽ ചില ആളുകളുടെ സ്ഥാപിത താല്പര്യക്കാരുടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അങ്ങേയറ്റം കൃത്യമായി പറഞ്ഞാൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ് ഈ കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചില ആളുകളുടെ വോട്ട് ബാങ്കിൽ കണ്ണിട്ടുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അത്തരം പരിശ്രമിക്കുന്ന ആളുകളുടെ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചുകൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കെതിരായി നിങ്ങൾ നടത്തുന്ന അപവാദങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പാലക്കാട്ട് ജനങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളയും. നിങ്ങൾ ഇതിനു മുമ്പ് ഇതേപോലെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അപവാദങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞിട്ടുള്ളവരാണ് പാലക്കാട്ട് ജനങ്ങൾ. അതുകൊണ്ട് ഈ ദുഷ്പ്രചരണവും തള്ളിക്കളയും. കേരളത്തിൽ ഇതേപോലുള്ള സംഭവങ്ങൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ഞങ്ങൾക്കേതായാലും ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരൊക്കെ ഞങ്ങൾക്ക് വെക്കാൻ സാധിക്കൂ. BJP നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്ക് ഹമാസിന്റെ നേതാക്കന്മാരെയും വാര്യംകുന്നിന്റെയൊക്കെ പേരൊന്നും പൊതുസ്ഥാപനങ്ങൾക്ക് ഇടാൻ ഞങ്ങൾക്ക് ഏതായാലും സാധിക്കില്ല. ഞങ്ങൾക്ക് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ദേശീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളുടെ പേര് മാത്രമേ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഉണ്ടെങ്കിൽ അതവർ സഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങളെ രാഷ്ട്രീയമായി BJP നേരിടും. കേരളത്തിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ കണ്ണുനട്ടുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് തന്നെയാണ് ഞങ്ങൾക്കരെ ഓർമ്മപ്പെടുത്താനുള്ളത്.